ഇറാനെതിരായ ആക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്ന് അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ. മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും 21 രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇതിനിടെ ഇറാനോട് ചേർന്നുള്ള ഹോർമൂസ് കടലിടുക്കിനടുത്ത് വെച്ച് കപ്പലുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ട എണ്ണ ടാങ്കറിലുണ്ടായിരുന്ന 24 ജീവനക്കാരെ രക്ഷിച്ചു. ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റത്തിന്റെ റിപ്പോർട്ട്. ആദ്യം കപ്പൽ അപകടത്തെക്കുറിച്ച് പറയാം. 3 കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. 2 കപ്പലുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ഒരു എണ്ണ ടാങ്കറാണ്. അത് ആന്റിഗ്വ ബർബൂഡയുടെ പേരിലുള്ള അല്ലെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എണ്ണ ടാങ്കറാണ്. വലിയ എണ്ണ ടാങ്കറാണ്. ഇത് മറ്റൊരു കപ്പലുമായി കൂട്ടിയിടിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്ന വാർത്ത. അതിൽ ഏറ്റവും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലമാണ്. അത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്കിന് അടുത്താണ്. അപകടം നടന്നത് ഒമാന്റെ നിയന്ത്രണത്തിലുള്ള തീരത്ത് വെച്ചിട്ടാണ്. ഒമാന്റെയും ഗോർഫുഖാൻ UAE-യുടെ തീരമാണ്. അവിടെ നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചിട്ടാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായത്. 2 കപ്പലുകൾ കൂട്ടിയിടിച്ചു. ഒന്ന് എണ്ണ ടാങ്കർ. അതിലുണ്ടായിരുന്ന 24 ജീവനക്കാരെ രക്ഷിച്ചു കൊണ്ടുവന്നത് UAE-യുടെ ഗോർഫുഖാൻ തീരത്തേക്കാണ്. അവർ സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട്. ഏതായാലും ഈ അപകടം കൂടുതൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇത് നടന്നിട്ടുള്ള സ്ഥലമാണ്. ഹോർമൂസ് കടലിടുക്ക് അത് അടയ്ക്കുമെന്ന് ഇറാൻ ഇടയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണയടക്കമുള്ള ചരക്ക് വരുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതുമൊക്കെ ഇതിലൂടെ മാത്രമാണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രത്യാഘാതങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകും, ഇന്ത്യയിൽ അടക്കമുണ്ടാകും. വ്യോമയാന രംഗത്തെ താളം തെറ്റലാണ്. നിരവധി വിമാനങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. പലതും വളരെ മണിക്കൂറുകൾ വൈകിയാണ് സർവീസ് നടത്തുന്നത്. ഈ ഒരു അവസ്ഥ, വ്യോമ മേഖലയിലെ ഈ ഒരു പ്രതിസന്ധി എന്തായാലും ഈ ആഴ്ച അവസാനം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും.